ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആറ്റുനോറ്റ് നമ്മുടെ ബലിപെരുന്നാളും വന്നെത്തി. സോ ഞാൻ ഈദിൻ്റെ ഷോപ്പിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടോന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർ പോയി കാണുക. ഞാനിവിടെ കൊടുക്കാം കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈദ് നാളെയാണ്. അപ്പോൾ തലേ ദിവസം ഇതിന് വേണ്ടിയുള്ള കുറേ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ വയനാട്ടിൽ എല്ലാ ഭാഗത്തും ഇല്ല, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പം ചുടുക, പിന്നെ ബീഫ് വരട്ടി വെക്കുക. ബീഫ് എന്ന് പറയുമ്പോൾ ബീഫ് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾ കഴിക്കണ്ട, ഞാൻ കഴിക്കും. സോ ബീഫ് വരട്ടി വെക്കുക, പിന്നെ മെഹന്തി ഇടുക, പിന്നെ സ്കിൻ കെയർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കം ഓൺ ഗൈസ്. ഇതാണ് മൈ ഗ്രാൻഡ് പാ, മൈ സ്വീറ്റ് ഗ്രാൻഡ് പാ. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നത്. പാപ്പ ഹായ് പറ. ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ ഗ്രാൻഡ് മാ ഹായ് പറ. ആക്ച്വലി നല്ല അപ്പം ചുടുന്ന സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം. ആൻഡ് കിച്ചണിൽ ഇവർ ലൈറ്റ് ഇട്ടിട്ടില്ല, ഇപ്പം വിളിച്ചു പോകും. കണ്ടോ? ബൈ ഗൈസ്. ആൻഡ് യു ക്യാൻ സീ ഉണ്ണിയപ്പത്തിന് തുള വീഴുന്നത് ഇങ്ങനെയാണ്. ഇത് ഒരു പണ്ടത്തെ പഴഞ്ചൊല്ലില്ലേ ഗൈസ്, അപ്പം തിന്നാൻ മതി കുഴിയെണ്ണുണ്ടെന്ന്. ആ കുഴി ഇങ്ങനെയാണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോന്നിനും 2-3 കുഴികളാണ് വരുന്നത്. അപ്പം നല്ല ഷാറായിട്ടില്ല. അപ്പം ഗൈസ്, ഈ പെരുന്നാൾ ഞാൻ മാരേജ് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ പെരുന്നാളാണ്. ഈ പെരുന്നാളിൽ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ബിക്കോസ് ഐ ആം 9 months പ്രഗ്നൻറ്റ്. അപ്പോൾ കൂട്ടിൽ നമ്മൾ 7th month സെറമണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. കഴിഞ്ഞ ഈദ് വ്ളോഗിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെയായിരുന്നു. സോ ഇപ്പോൾ ഉണ്ട് ഗായ്സ്, ബീഫും കൂട്ടിയടിക്കാൻ ഒരു ടേസ്റ്റ്. ബീഫിന് എതിരെ നിൽക്കുന്നവർ വീഡിയോ മ്യൂട്ട് ചെയ്തിട്ട് കാണുക. ഗായ്സ്, ഇവിടെ എന്താണ് നടക്കുന്നത്? നീയും മൈലാഞ്ചി ഓ. ഒരാളിവിടെ ഡിസൈൻ നോക്കുന്നു, മറ്റൊരാളിവിടെ മൈലാഞ്ചി ഇടുന്നു. സോ മമ്മ ഹാപ്പി ആയാൽ ബേബിയും ഹാപ്പിയാണ്, മമ്മ സാഡാണെങ്കിൽ ബേബിയും സാഡാണ്. അതെ അതെ. നിങ്ങളൊക്കെ പെരുന്നാളായിട്ട് മൈലാഞ്ചി ഇടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടാത്തവർ ഇടുക. ഇതൊക്കെയാണ് ഒരു എന്റർടൈൻമെന്റ്. ഒന്ന് കാണിക്കൂ. മെഹന്തി അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, അവസാന ഘട്ടത്തിലേക്ക് ഇവിടെയിലിടണം. ഈ ഡിസൈൻ്റെ അവസാന ഘട്ടം. അതിന്റെ കൂടെ നാളെ ഇടാനുള്ള മമ്മീന്റെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സംശയമാണ് ഗൈസ്. ഏതിടണം? നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്, ഏതിടണം? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മഞ്ഞ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക. ഏതിടണം നാളെ പറയൂ, നിങ്ങളെ അഭിപ്രായം ഗൈസ്. ദ നെക്സ്റ്റ് വൺ ഗൈസ്. ഏതിടണം? മഞ്ഞ മുഖത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തെളിച്ചം. ഏതിടണം നാളെ?
മറ്റേതൊന്ന് മുഖത്ത് വെക്കൂ, കാണട്ടെ. ഈ നൈറ്റ് ഇവിടെ ഇടുമ്പോ ഇയാളാണ് ഗൈസ്. അതെ, ദിസ് ഈസ് മൈൻ. എന്റേത്. കൊള്ളാം കൊള്ളാം, നൈസ് ആയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ചേർന്നാലും കാര്യമില്ല, അത് മാറ്റി വെച്ചോ. ആ മുന്നേറ്റം ഞാൻ സമ്മതിക്കില്ല. ഞാനിവിടെ മൈലാഞ്ചിടാതെ വായി നോക്കി നിൽക്കുന്നു അല്ലേ താത്ത? ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഞാനായിരുന്നെ. അവൾ ഇവൾക്ക് ഇട്ട് കൊടുക്കുന്നു, ഞാൻ എനിക്ക് തന്നെ ഇടുന്നു. ഇനി ഈ കയ്യിൽ അവൾ ഇട്ട് തരും. അഹങ്കാരം പറയില്ലട്ടോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റിരുന്നു. ഗൈസ്, ഞങ്ങളുടെ ഒരേ ഒരു ആന്തരിയിലെ ഞങ്ങള് മെഹന്തി ആർട്ടിസ്റ്റ് ആക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാണ്. അതെ, ഭാവിയിലെ മെഹന്തി ആർട്ടിസ്റ്റ്. അങ്ങനെ എന്റെ മെഹന്തി ഞാൻ ഫുള്ളാക്കി. ലുക്ക് അറ്റ് ദാറ്റ്. ടൻ ടൻ ടൻ. ടടാ ടടാ. ഒരേ എന്റർടൈൻമെന്റ് രസല്ലേ? ഇനി അവരിടണം. ദേ ആർ വെരി സ്ലോ, യു നോ. ഗായ്സ്, വെളിച്ചത്തിനൊരു കുറവ്. ഞങ്ങൾ പന്തം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇന്നലെ വ്ളോഗ് ഫുള്ളാക്കാൻ പറ്റിയില്ല. കാരണം മെഹന്തി ഇട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്. സോ ഓൾറെഡി ചബ്ബിയാണ്. എഴുന്നേറ്റത് കൊണ്ട് ഭയങ്കര സ്വോളനായിട്ടാണ് ഫേസ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഐസ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കണം ഫേസ്. അതിന് മുമ്പേ വല്ലതും കഴിക്കണം. ഐ ഫീൽ സ്റ്റാർവിങ്. ആൻഡ് മൈലാഞ്ചിന് ഒരിക്കലും ചോക്കാറില്ല. ഇപ്രാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ചോന്നു. വി ക്യാൻ സീ എന്താ ഉള്ളത് നമുക്ക് അടുക്കളയിൽ. എന്നിട്ട് വല്ലതും എടുത്ത് കഴിക്കാം. ഇത് കഴിക്കേണ്ട വിധം: ആദ്യം ഒരു കഷ്ണം അപ്പം കൊടുക്കാം, എന്നിട്ട് ഒരു കഷ്ണം ബീഫ് കൊടുക്കാം. വിത്ത് കട്ടൻ ചായ. ഇങ്ങനെ നമ്മുടെ കുളിച്ചു, ഫ്രഷായി, പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇനി നമുക്ക് ഗസ്റ്റ് ഉണ്ട്. പാപ്പ, ഉപ്പാപ്പ, നമ്മുടെ രാവിലത്തെ തന്നെ ഗസ്റ്റ്. പാപ്പ ഹായ് പറ. ഹായ് ഹായ്, ഈദുൽ മുബാറക്. യെസ്, ഈദ് മുബാറക്. ഗൈസ്, നമുക്കിനി ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. പക്ഷെ 18-ാം പടി കാണുമ്പോൾ ചിന്ന ചിന്ന സങ്കടം. നിങ്ങൾക്ക് കാണോ? ഈ പടി കയറി 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 വേണം ഇവിടെ എത്താൻ. ഓ ഗോഡ്, നമുക്ക് ഒരുമിച്ച് പോവാം. ആഹാ വെയിൽ. ഒന്ന് ഇത് വേറെ അനിയൻ്റെ വീട് കേട്ടോ. അവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പോവാം. മഴയില്ലാത്തപ്പോൾ ഇങ്ങോട്ട് പോവാം. നമ്മൾ അവിടുന്ന് ഇവിടെ എത്തി സക്സസ്ഫുള്ളി. ഓ ഗോഡ്, നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാം. ചെയ്യടി ഈ വാതില് തുറന്നു നോക്കണേ, എന്റെ പള്ള ഉള്ളോട്ടേക്ക് വരുന്നില്ല. ഞങ്ങളുടെ ലാസി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി റാഷിൻ്റെ വീട്ടിൽ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് മാത്രം ഡിസ്റ്റൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. 1900
ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആളില്ല. ഇത് ഉമ്മാന്റെ ഓൾഡ് ഫ്രണ്ട്, പേര് രാജേഷ്. ഒരുമിച്ച് പഠിച്ച. എത്ര സ്റ്റാൻഡേർഡില്? എല്ലാം 8ാം ക്ലാസ് മുതൽ ആ 10 എല്ലാം ഒരുമിച്ച് പഠിച്ചു. ഒരുമിച്ച്. അപ്പൊ കൊറേ കാലത്തിന് ശേഷം കാണാണല്ലേ. ഇതായിട്ട് ഇത്ര നേരം ബോറടിച്ചിരിക്കുവായിരുന്നു ഗായ്സ്. ഇങ്ങനെ കാണാനും പറയാനൊക്കെ ഒരു ജീപ്പ് ആൾക്കാർ വന്നു പോയി. സന്തോഷം 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 മാത്രം. ഇത് മമ്മീൻ്റെ ഫാമിലിയാണ്. ഞാൻ എൻ്റെ പ്രഗ്നൻസീൻ്റെ 9 മന്തിലുള്ളത്, അതുകൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. സോ എൻ്റെ ഏത് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, ലവ് യു, ടാറ്റ.